ഹലോ, ഇന്ന് നമുക്ക് സിമ്പിളായിട്ടൊരു സോയാബീൻ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോയാബീൻ ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക, തിളച്ച വെള്ളം ഒഴിച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു അരപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളക്, കുരുമുളക്, നല്ല ജീരകം, ചെറിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, ഒരു കപ്പ് തേങ്ങ ഇവയെല്ലാം ചേർത്തിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. നന്നായി വറുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് അരച്ച് ഒന്ന് മാറ്റി വെക്കുക. ഇനി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 2 സവാള എടുത്തിരിക്കുന്നത്. അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഒരു സോയാബീൻ നന്നായിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അരപ്പുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് കറി കുറുകി വരുന്ന സമയത്ത് ഇതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഒന്ന് കുറുകി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യാം. അടിപൊളിയാണ്. പൊറാട്ട, ചപ്പാത്തിയിലേക്കൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ.